يا واسع الكرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം അവർ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി നമ്മിൽ നിന്ന് ഇന്ന് ഈ സെക്കൻഡ് വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാപക്കറകൾ സർവശക്തനായ പടച്ചതമ്പുരാൻ വിട്ടുപോർക്കുമാവാകിതരുമാവട്ടെ. ആരംഭവുമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ആനന്ദിക്കുന്ന ഉല്ലസിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സംസാരിക്കുന്ന ആള് വലിയ മഹത്വമുള്ള വലിയ പവിത്രതയുള്ള ഒരു മാസം വിശുദ്ധമായ റബീഉൽ ആഖിർ. ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പവിത്രതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ അല്ലാഹു നൽകിയ വലിയൊരു മാസം നമ്മിൽ നിന്ന് കടന്നുപോയി. വിശുദ്ധമായ റബീഉൽ ആഖിർ മാസം മുത്തനബിന്റെ മദ്ഹുകൾ പറയുകയും പാടുകയും ചെയ്ത് മുത്തനബിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്ത വിശുദ്ധമായ മാസം നമ്മിൽ നിന്ന് കടന്നുപോയി. ഈ മാസത്തിൽ നമ്മൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്മരിക്കപ്പെടുന്ന വലിയ മഹത്വമുള്ള മാസമാണ്. നാം വളരെ ഗൗരവത്തിലും വളരെ ശ്രദ്ധയിലും കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടും. നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങൾ നമ്മളത് വളരെ നിസ്സാരമായി വളരെ ചെറുതായി കാണുകയും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വിഷയം വല്ലാതെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും ഇന്ന അഅമാല ബനീ ആദമ തുഖറദു കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം യൗമുൽ ജുമുഅ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഈ മാസമാകുന്ന ഈ ദിവസമാകുന്ന വെള്ളിയാഴ്ച ദിവസം അവന്റെ എല്ലാ അമലുകളും അവൻ ചെയ്യുന്ന അമലുകൾ എനിക്ക് വെളിവാക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മാത്രമല്ല നബിതങ്ങൾ അവിടുന്ന് പറയുന്നു, കുടുംബബന്ധം പുലർത്താത്തവന്റെ അമല് ഒഴികെ അവന്റെ അമല് അല്ലാഹു സ്വീകരിക്കില്ല. കുടുംബബന്ധം എന്ന് പറയുന്നത് വലിയൊരു വളരെ ഗഹനമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. മാസങ്ങളോളം സ്വന്തം ജ്യേഷ്ഠന്മാരോട് മൂത്തവരോട് സംസാരിക്കാത്ത ആളുകൾ, മാസങ്ങളോളം സ്വന്തം സഹോദരിമാരോട് പെങ്ങന്മാരോട് സംസാരിക്കാതെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ പറയുമ്പോ പറയും, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഹസ്ബൻഡുമാരെ കഴിഞ്ഞ വെക്കലില്ല. കുടുംബബന്ധം പുലർത്തുന്നുണ്ടോ? അമല് അല്ലാഹു സ്വീകരിക്കൂല. എത്ര തന്നെ അമല് ചെയ്തിട്ടോ കാര്യമില്ല. പഴയ പണ്ട് കാലത്തൊക്കെ ഒരു യാത്ര പോകുമ്പോ ഹജ്ജിനും ഉംറക്കുമൊക്കെ ചില ആളുകൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ആളുകൾ ചെയ്യുന്ന ഒരു പല്ലവി ഉണ്ടായിരുന്നു. പഴയ
കാലത്ത് ആളുകൾ എല്ലാ വീടുകളും പരിസരത്തുള്ള വീടുകൾ കുടുംബക്കാരുടെ വീടുകൾ ഒരു മാസം മുമ്പ് തന്നെ അതിൽ ഇറങ്ങുകയാണ്. വീടുകളിൽ ഇറങ്ങിയിട്ട് ഓരോ വീടുകളും സന്ദർശിച്ച് അവരോട് സംസാരിച്ച് കൈകൊടുത്തുകൊണ്ട് അവിടുന്ന് പൊരുത്തപ്പെടിയിക്കുന്ന ഒരു സമ്പ്രദായം പഴയകാലത്ത് ഉമ്മമാർ വാപ്പമാർക്കുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ഒരു ഫാഷനായി മാറിയിരിക്കാം. ഇന്ന് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഫോൺ വിളിച്ചു, ഞാൻ നാളെ ഉത്തരത്ത് പോകുന്നു, ഇതുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു, അസ്സലാമു അലൈക്കും, പൊരുത്തപ്പെടുന്നു. എത്ര നമ്പറുണ്ടോ ആ നമ്പറിലൊക്കെ വിളിച്ചിട്ട് അവിടുന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു പൊരുത്തപ്പെടിച്ചു. പറയേണ്ടതൊക്കെ പറഞ്ഞു പൊരുത്തപ്പെട്ടു. ഇതാ പൊരുത്തപ്പെടിക്കും അല്ല. തന്റെ സഹോദരിയുണ്ടോ, സ്വന്തം സഹോദരിയുടെ സ്വന്തം ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന ഈ സഹോദരിയുടെ വീട്ടിലേക്ക് വരെ പോകാൻ മനസ്സ് സമ്മതിക്കാത്തവർ, സഹോദരന്റെ വീട്ടിലേക്ക് പോകാൻ മനസ്സില്ലാത്ത പെങ്ങന്മാർ അടുത്തു പോകുന്നില്ല, വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നില്ല, അവരുമായി ബന്ധം പുലർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കണ്ടോ, കുടുംബ ബന്ധം മുറിക്കുന്നവനാണോ നിങ്ങളുടെ അമല് അല്ലാഹു സ്വീകരിക്കൂല. വീണ്ടും മുത്തനബി പറയുന്നു, സഹാബത്ത് പറയാ, ഞങ്ങളുടെ മുത്തനബിന്റെ അടുക്കൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സ് നോക്കിയിട്ട് പറയുകയാണ്, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബക്കാരുമായിട്ട് പിണങ്ങിയിട്ടുണ്ടോ, കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ, ഒന്ന് ഇറങ്ങിപ്പോകണം, ഈ സദസ്സിൽ ഇരിക്കരുത്. ഈ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ, ഈ സദസ്സിൽ ഇരിക്കണ്ട, എഴുന്നേറ്റ് പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ സദസ്സിന്റെ ബാക്കിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, കദ്കാന ബൈനഹുമാ ബഅദു ശൈഇൻ വസ്തഗ്ഫറത് ലഹു. നബിയെ, ഞാൻ ചെറിയ എന്റെ അയൽവാസിമാന്റെ കുടുംബവുമായി ചെറിയ പണക്കത്തിലാണ്, ചെറിയ ദേഷ്യത്തിലാണ്, ഞാനതൊന്ന് പൊരുത്തപ്പെടുകയിച്ചിട്ട് വരട്ടെ നബിയെ എന്ന് പറഞ്ഞ സഹോദരൻ ചെല്ലുന്നു, പൊരുത്തപ്പെടിക്കുന്നു. എന്ന് മാത്രമല്ല, സുമ്മഹദഇലൽ മജ്ലിസ് ഫഖാല, നബി തങ്ങളുടെ സദസ്സിലേക്ക് ആ ചെറുപ്പക്കാരൻ വരികയാണ്. ഈ ചെറുപ്പക്കാരൻ പൊരുത്തപ്പെടിച്ച് മുത്തനബിന്റെ സദസ്സിലേക്ക് ഓടി വരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ വഫീഹി മഖാതിഉ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന റഹ്മത, അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ കരുണ, അല്ലാഹുവിന്റെ കൃപയുണ്ടല്ലോ, ലാ തൻസിലു അലാ ഖൗമിൻ, ഒരു വിവാദത്തിന്റെ മേലിൽ അല്ലാഹു ഇറക്കുകയില്ല. ആരാണ്? വഫീഹിം ഖാതിഉ റഹീം. ആ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിക്കുന്നവരുണ്ടോ, അവരിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അവനിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. അതാണ് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ആമീൻ പറയുന്ന ആ ഖൗമിൽ, ആ സഭയിൽ ആരെങ്കിലും ഒരാൾ കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. അതാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ രാജ്യം ഭരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്. എങ്ങനെയാ അല്ലാഹുവിനെ ഭയപ്പെട്ടതെന്നറിയോ? രാജ്യം ഭരിക്കുന്ന രാജാവാണ്, രാജകൊട്ടാരത്തിനകത്ത്. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന മഹാൻ ഒരിക്കൽ തന്റെ രാജകൊട്ടാരത്തിൽ എവിടുന്ന് നല്ല കട്ടിലിൽ പട്ടുമെത്തയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണുന്നു. ഒരു പാണ്ഡവും പിടിച്ചിട്ട് ഒരു മുസാഫിറായ യാത്രക്കാരൻ
ചെറുപ്പക്കാരനായ മനുഷ്യൻ പഴയ ഡ്രസ് ധരിച്ചിട്ട് കുളിച്ചിട്ടൊന്നുമില്ല, മുടിയൊക്കെ ഇങ്ങനെ ചീകുക, മുടിയൊക്കെ ഇങ്ങനെ പറക്കുകയാണ്. ഈ മനുഷ്യൻ വലിയ ഒരു കെട്ട് പിടിച്ചിട്ട് തന്റെ അധീനതയിലുള്ള തന്റെ രാജകൊട്ടാരമുള്ള ആ പറമ്പിൽ വന്നിട്ട് തന്റെ കെട്ടെടുത്ത് താഴെ വെക്കുന്നു, പാണ്ഡം വെക്കുന്നു താഴെ. വല്ലാത്ത ക്ഷീണമുണ്ട് ആ മനുഷ്യൻ. ഈ പാണ്ടക്കെട്ടിൽ നിന്ന്, ഈ തുണിയുടെ പൊതിയുടകത്ത് നിന്ന് ഒരു ചെറിയ ഒരു റൊട്ടി എടുക്കുന്ന, ഉണങ്ങിയ റൊട്ടി. ഈ റൊട്ടി എടുത്തിട്ട് ഈ മനുഷ്യന്റെ വിളന്ന് തന്റെ കയ്യിൽ ഒരു വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഈ റൊട്ടി കഷ്ണം അവിടെ നിന്ന് മുക്കിയിട്ടത് തിന്നുന്നു, കുറച്ച് വെള്ളം കുടിക്കുന്നു. എന്നിട്ടോ ആ പാണ്ഡത്തിലേക്ക് തല വെച്ചിട്ട് നന്നായി ഉറങ്ങുന്നു. ഇത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, രാജ്യം ഭരിക്കുന്ന രാജാവാകുന്ന പട്ടുമത്തയിൽ കിടന്നിട്ട് ഉല്ലസിക്കുന്ന രാജാവ് ഈ രംഗം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മാസങ്ങളായി പട്ടുമത്തയിൽ എല്ലാ സൗകര്യത്തോടുകൂടെ സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചിട്ട് പട്ടുപരവതാനിയിൽ വിരിച്ചിട്ട് ഞാൻ കിടക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ തിരിയുന്നു, ഞാൻ മറിയുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഒന്നും വിരിച്ചിട്ടില്ല. പച്ചയായ മണ്ണിൽ അവിടെ നിന്ന് ചരടുകളുണ്ട മണ്ണിൽ ഒരു പാണ്ഡം അവിടെ നിന്ന് തലക്കി വെച്ചിട്ട് വെറും ഉണങ്ങിയ ഒരു കഷ്ണം റൊട്ടി കഴിച്ചിട്ട് സുഖമായി എത്രയിലല്ലേ, ഉറക്കത്തിലല്ലേ. ഇത് കണ്ടപ്പോ ഇബ്രാഹിമിന് അർഹമാകുന്ന രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് തന്റെ ഭൃത്യന്മാരോട്, പണിക്കാരോട്, ജോലിക്കാരോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അദ്ദേഹത്തെ വിളിച്ചിട്ട് അടുത്തെത്തിയിട്ട് ചോദിച്ചു, ഇയാള് പേടിക്കുകയാണ്, കാരണമെന്തേ? രാജാവിന്റെ കൊട്ടാരത്തിന്റെ അധീനതയിലുള്ള പറമ്പിൽ സമ്മതമില്ലാതെ കടന്നതിന് വേണ്ടി എന്നെ ശിക്ഷിക്കാനാണ് രാജാവ് വിളിച്ചത് എന്ന ഭയത്തോടെ ഈ മനുഷ്യൻ രാജാവിന്റെ മുമ്പിൽ നിന്നപ്പോ രാജാവ് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അല്ല മനുഷ്യ, നല്ല ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നല്ല പട്ടു പരവതാനിയിൽ നല്ല സുഖത്തോടുകൂടെ കിടക്കുന്ന എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ ഉണങ്ങിയ റൊട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു കഷ്ണം തിന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് വെറും പച്ച മണ്ണിൽ പാണ്ടത്തിൽ തല വെച്ച് നീ ഉറങ്ങിയപ്പോ നിനക്ക് ഉറക്കം കിട്ടിയല്ലോ, എന്തേ ഇതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ചിന്തിപ്പിക്കുന്ന മറുപടിയായിരുന്നു ഇബ്രാഹിമിന്റെ അഭിനന്ദനങ്ങളോട് പറയുന്നത്. അല്ല ഇബ്രാഹിമിന്റെ അഭിനന്ദനങ്ങളെ, നിങ്ങൾ രാജകൊട്ടാരത്തിലിരുന്ന് സുഭിഷ്ടമായ ഭക്ഷണം തിന്നിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് റബ്ബിനെയാണ്, റബ്ബിന്റെ അടുക്കിലേക്ക് എത്തണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് എല്ലാം തന്ന എന്റെ റബ്ബ് എനിക്ക് കഴിക്കാനൊരു റൊട്ടി തന്നപ്പോ അത് കഴിച്ചപ്പോ എന്റെ വിശപ്പ് മാറി, എനിക്ക് നല്ല ഉറക്കം കിട്ടി. ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഇത് തിന്നുമ്പോ എനിക്ക് എന്റെ റബ്ബിനെ ഓർമ്മ വരുന്നു, എനിക്കെന്റെ റബ്ബിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. അന്ന് മുതലാണ് ഇബ്രാഹിമിന്റെ അഭിനന്ദനങ്ങൾക്ക് തന്റെ മനസ്സിലൊരു ചൈതന്യമുണ്ടായത്, മാറ്റമുണ്ടായത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഇബ്രാഹിമിന് അൽഹംദുലില്ലാഹു അൻഹു ബസ്ര എന്ന് പറയുന്ന നാട്ടിൽ മഹാനഗരങ്ങള് രാജ്യം വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് ബസ്ര എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോ ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നു. മഹാനഗരങ്ങളോട് പറയുന്നു, അല്ല ഇബ്രാഹിമിന് അഭിനന്ദനങ്ങളെ, ഞങ്ങൾ ഒരുപാട് വർഷമായി റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇന്നത് തരണം, ഇന്നത് തരണം എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നു. പക്ഷേ അല്ലാഹ് ഞങ്ങൾ ദുആ സ്വീകരിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിമിന് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. 5 കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മഹാനവറുകൾ പറഞ്ഞത്, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ അകറ്റുന്നു, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു. ഈ ബന്ധങ്ങൾ മാറ്റിവെക്കുമ്പോ അല്ലാഹു ദുആ സ്വീകരിക്കുകയില്ല. എത്ര വലിയ സയ്യിദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാലും, എത്ര വലിയ മഹാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാലും അല്ലാഹു ദുആ സ്വീകരിക്കുകയില്ല. അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തോട് നല്ല നിലയ്ക്ക് പെരുമാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനിയോ കുടുംബബന്ധം പുലർത്തുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലി എത്രയാണ്? കുടുംബബന്ധം മാത്രമല്ല, അതിലൂടെ പല ബന്ധങ്ങളും നമുക്ക്
വളരെയധികം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫാ വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമാ ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. മൂന്ന് കാര്യമാണ് നബിതങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിൽ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥിയെ നിങ്ങൾ സ്വീകരിക്കണം. ഒരാ കുടുംബബന്ധം നിങ്ങൾ മുറിക്കണം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. മറ്റൊന്നോ, നിങ്ങൾ അവിടെ നിന്ന് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പറഞ്ഞെടുത്തു നിരങ്ങൾ കൂട്ടിച്ചേർത്തു, കുടുംബബന്ധം ചേർക്കുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അത്തൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഹുവ ഫീ നഫരി മിൻ അസ്ഹാബിഹി, സഹാബത്തിനെ കൂടിയിട്ടുള്ള ഒരു യാത്രയിലാണ്, ഒരു കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംഘത്തിലാണ് ഇങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ ഒരാളെ കുറിച്ചിട്ട് ചോദിച്ചു, അന്തല്ലദീ തസ്റുറു അന്നക റസൂലുള്ളാഹ്. ഒരാളെ ചൂണ്ടിയിട്ട് കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അന്തല്ലദീ തസ്റുറു അന്നക റസൂലുള്ളാഹ്, നീ റസൂലാണെന്ന് വാദിച്ച ഒരു വ്യക്തിയല്ലേ നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഖാൽ നഅം, അതെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘത്തിലുള്ള ഈ മനുഷ്യൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമൽ പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള നിന്റെ ദൃഢമായ വിശ്വാസമാണ്. ഖുൽതു യാ റസൂലല്ലാഹ് സുമ്മ മഹ്, പിന്നെ ഏതാണ് നബിയെ രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് പറയുന്നു സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കലാണ്. മൂന്നാമത് ചോദിച്ചു, അവിടുന്ന് മൂന്നാമത്തെ ചോദ്യം ഏതാണ്? അയ്യുൽ അമാലി അബ്ഗദു ഇലല്ലാഹ്, അല്ലാഹുവിന് ദേഷ്യമുള്ള അമൽ ഏതാണ് നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിന് കൂട്ടുകാരനെ ചേർക്കലാണ്, മറ്റൊരാളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. സുമ്മമതാണ് കുടുംബബന്ധം മുറിക്കലാണ്, കുടുംബക്കാരോട് മിണ്ടാതിരിക്കലാണ്. പെരുന്നാളിന് പോലും മരിച്ചാൽ പോലും വീട്ടിലേക്ക് പോകാത്ത ആളുകൾ, മരണം നടന്നാൽ പോലും ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് കണ്ണോക്കിൽ പോയാൽ പിന്നെ തിരിഞ്ഞോക്കൂല. അവര് അത്രക്കും കടുത്ത മനസ്സുള്ള ആളുകൾ. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയതാ, കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബന്ധമാണ്. നബി തങ്ങൾ പറയുന്നുണ്ട് ഹദീസില്, ഈ ബന്ധം സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പിക്കുന്ന ബന്ധമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, മഹാനായ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് പറഞ്ഞൊരു വിഷയം പറയുന്നു, ഔസാനി ഖലീലി റസൂലുള്ളാഹ്, ഞങ്ങളുടെ സുഹൃത്താകുന്ന ഖലീലാകുന്ന മുഖ്തനബി, നമ്മുടെ നേതാവാകുന്ന മുഖ്തനബി ഞങ്ങളോടൊരു വസിയ്യത്ത് ചെയ്തു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, ഞാൻ നോക്കുകയാണ്. നബി തങ്ങൾ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തു. എന്താണ്? ഖൈറായ ചില കാര്യങ്ങളെ കുറിച്ച്, നല്ല ചില കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. മനസ്സിലാക്കണേ, വളരെ ഡയറക്റ്റ് നമ്മൾ മനസ്സിലാക്കണേ. ചില നല്ല കാര്യങ്ങളെ കുറിച്ച് നബി
നബിതങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഈ 3 വസിയത്തും നബിതങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത് അബീദങ്ങൾ പറയുകയാണ്, ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. എന്താണ് നബിതങ്ങൾ ഒന്നാമതായി നിങ്ങളോട് വസിയത്ത് ചെയ്തതെന്നറിയോ? وأوصاني ألا أنظر إلى من هو فوقي وأن أنظر إلى من هو دوني. ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്, നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ കാറെടുത്താൽ നമ്മളെ കയ്യിൽ ബൈക്കാളുണ്ട്, നമ്മുടെ അടുത്തുള്ള വീട്ടുകാരൻ കുടുംബക്കാരൻ നല്ലൊരു കാറെടുത്തു. അപ്പൊ നീ കാറെടുത്തവരിലേക്ക് നോക്കണ്ട, സൈക്കിളുള്ളവരിലേക്ക് നോക്കുക. ഒന്ന് സൈക്കിൾ എന്തെങ്കിലും, എനിക്ക് ബൈക്കും തോന്നാതെ തന്നല്ലോ, അങ്ങനെ നോക്കണം. ഒരാള് 2 തട്ടിന്റെ വീട് എടുത്തു, ഇത് 1 തട്ടിന്റെ വീടാ. അപ്പോഴും നീ നോക്കേണ്ട അവിടെക്കാൻ ഓട് വെച്ച വീടുകളുണ്ട്, കോട്ടയത്തിൽ താമസിക്കുന്ന ആളുണ്ട്. അല്ലാ, എന്നെ വാടക കൊടുത്ത് ജീവിക്കാനുള്ള അവസ്ഥ എത്തിച്ചില്ല, എനിക്ക് നല്ലൊരു വീട് തന്നല്ലോ നീ, അത് മതി. നമ്മുടെ മനസ്സിൽ ഹസദ് പോകാറുള്ള ഏറ്റവും നല്ല മരുന്നാണ്. നമ്മളെ അമല് മൊത്തം കളയുന്നത് ഹസദോട്, അത് കളയാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. അൽ ഹസദു യൗഖുൽ ഹസനാത്ത്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട് തമുൽ ഹസനാത്ത് എന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യൗഖുൽ ഹസനാത്ത് കമാ തഅകുൽ നാറുൽ ഹതബ്. ഈ വിറകിനെ തിന്നുന്നത് പോലെ നിന്റെ അമല് അല്ലാഹ് തിന്നുകളയും. മനസ്സിന് നഞ്ചിയുണ്ടെങ്കിൽ, കേടുണ്ടെങ്കിൽ, ഹസദുണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് നബിതങ്ങൾ രണ്ടാമത്തെ വസിയത്ത് പറയുന്നു. നബിതങ്ങൾ പറയാണ്, എന്റെ ഹബീബിനോട് മറ്റൊന്ന് പറഞ്ഞത്, ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീന്മാരെ പാവങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം. അവരോട് കൂടെ അടുക്കണം, നിങ്ങൾ അവരുമായി നല്ല ബന്ധമുണ്ടാക്കണം, അടുപ്പമുണ്ടാക്കണം. മൂന്നാമത് പറയുന്നു, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ. നിങ്ങൾ അതിന്റെ പേരിൽ നിങ്ങൾ നശിച്ചു പോയാലും, നിങ്ങൾക്ക് നാശമുണ്ടായാലും ശരി, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാളുകൾ വളരെ എളുപ്പമായി ഹിസാബ് ചെയ്യുന്ന ചില വിഭാഗങ്ങളുണ്ട്. നബിതങ്ങൾ പറയുന്നു, അത് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ സ്വർഗത്തിൽ കിടത്തുമാരാണ്. അതാരാണ് നബിയെ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ, ആരാണെന്ന് നബിതങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരാണ് ഒരാളെ പറഞ്ഞത്? കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ അവൻ പോയിട്ട് കുടുംബ ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുന്നവനാകണം. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നു, കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹാർട്ടിടക്ക് മരണങ്ങൾ, സൈലന്റ് അറ്റാക്കുകൾ വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അധികരിക്കുകയാണ്. വലിയ ഒരു മരുന്ന്, വലിയ ഒരു മെഡിസിൻ മുത്തനബി പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ അവിടെ തന്റെ കുടുംബ ബന്ധം ചേർക്കുകയാണ്. അവൻ 3 ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ. എത്ര ദിവസം? 3 ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ കുടുംബ
ചേർത്തു. എന്നാൽ നബിതങ്ങൾ പറയുന്നത് നോക്ക്, നബിതങ്ങൾ പറയുന്നു 3 ദിവസമാണ് ജീവിക്കുക, എന്നവർ മരിച്ചു പോകും എന്ന് അവരെ കുറിച്ച് ഡോക്ടർമാരൊക്കെ വിധിയെഴുതി എന്ന് വെക്കുക. നബിതങ്ങൾ പറയുന്നു, അങ്ങനെ ഒരാൾക്ക് 3 ദിവസമാണ് മരണത്തിന്റെ അവന്റെ ജീവിതത്തിന്റെ ആയുസ്സൊന്ന് നിശ്ചയിച്ചതെങ്കിൽ ഒരാൾ ആ സമയത്ത് കുടുംബബന്ധം ചേർത്താൽ 30 കൊല്ലത്തെ ആയുസ് അതിന്റെ കാരണം കൊണ്ട് അവരെ നീട്ടിക്കൊടുക്കും. ഇനി നോക്ക്, ഒരാൾ 30 കൊല്ലം ഒരാൾ ജീവിക്കുമെങ്കിൽ ഒരാൾ അവിടുന്ന് കുടുംബബന്ധം കുറിച്ചാൽ അവർ കുടുംബബന്ധം കുറിക്കുന്നവരാണ്, ചെറുക്കാത്തവരാണ് എന്നതിന്റെ കാരണം കൊണ്ട് അല്ലാഹ് അവന്റെ ആയുസ് രക്ഷോട്ടാക്കും, ചുരുക്കിക്കളയും. എത്രയാക്കിയിട്ട് 30 കൊല്ലത്തിന് 3 ആക്കിയിട്ട് അല്ലാഹ് ചുരുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത്ര വലിയ ഓഫർ തന്നിട്ട് നമ്മൾ കുടുംബബന്ധം ഒഴിവാക്കുകയാണ്. ഇനിയോ കുടുംബബന്ധം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ബന്ധമാണ്, അത്ര തന്നെ പ്രാധാന്യം കൽപ്പിച്ച മറ്റൊരു ബന്ധമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, അയൽപക്ക ബന്ധമെന്ന് പറയുന്നത്, അയൽവാസികൾ എന്ന് പറയുന്നത്, അയൽവാസികളുടെ ബന്ധം സുബ്ഹാനല്ലാഹ്. കുടുംബക്കാരല്ല എങ്കിൽ അയൽവാസികളുമായിട്ട് ഉമ്മമാര് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അയൽവാസികൾ പരസ്പരം അവിടുന്ന് പോരടിക്കുന്ന കാലഘട്ടം. ഒരയൽവാസി പോലും ശരിയായ രൂപത്തിൽ അവിടുന്ന് നല്ല ബന്ധം പുലർത്തുന്നില്ല. ഈ അയൽവാസി മറ്റേ അയൽവാസിക്ക് സീറാക്കുന്നു, മറ്റേ അയൽവാസി ഇതരയൽവാസി, ഇതെന്നെ വേറെ പണിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വെക്കണം, സിഗർ ചെയ്യലും. ഇതേ രൂപത്തിൽ ആ ഉസ്താദിലേക്ക് പോയി, ഈ ഉസ്താദിലേക്ക് ആടുന്ന തലകളുകൊണ്ട്, വീട് തലകളുകൊണ്ട്, ആടുന്ന കുപ്പികളുണ്ട്, ആ പറമ്പിൽ 10 കുപ്പിയുണ്ട്, ഈ മൂലക്ക് 4 കുപ്പിയുണ്ട്, വെച്ചാൽ അത് ഓണം ചെയ്ത് ഓണം തന്നെ വേറെ രാജി. അയൽവാസികൾ തമ്മിൽ അവിടുന്ന് പല രൂപത്തിലുള്ള പല കോലത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുകയാണ്. ഒരയൽവാസിന്റെ വീട്ടിൽ നല്ല അടക്കാവും, അതുപോലെ അല്ലെങ്കിൽ നല്ല പൂച്ചെടികളൊക്കെ നട്ട് നല്ല പറമ്പില് നല്ല ഉഷാറായിട്ടുണ്ടെങ്കിൽ മറ്റേ അയൽവാസി അസത് കേട് നഞ്ചി വന്നു എന്താക്കി ആട് വളർത്താനല്ല, ഒരാട് കൊണ്ടുവന്നു. വെറുതെ ഒരാട് കൊണ്ടുവന്ന് എല്ലാതും എന്ത് കോശി അല്ലെ, ആട് വീട്ടുവാണ്, പറമ്പിലുള്ള ചെടിയും പച്ചക്കറി എല്ലാം തിന്നാൻ വലിയ സന്തോഷം. എങ്ങനെയൊക്കെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അയൽവാസികളെ ആക്രമിക്കുന്നവർ. എന്ത് സംസ്കാരമാണ്! സഹാബത്ത് പറയുന്നത് നോക്ക്, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്ന ഒരു സംഭവം കാണാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ തങ്ങളുടെ വീട്ടിൽ എലിശല്യം കൂടുകയാണ്. ഹുസൈൻ തങ്ങളുടെ അയൽവാസി ഒരു യഹൂദിയായ മനുഷ്യരായിരുന്നു. ആലോചിക്കണം നിങ്ങൾ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം നിങ്ങൾ. അയൽവാസിയാകുന്ന യഹൂദിയായ മനുഷ്യൻ, ഈ മനുഷ്യന്റെ വീടുമായി ഹുസൈൻ തങ്ങളുടെ ഭാര്യ ഒരു ദിവസം അവിടുന്ന് ആ വീട്ടിലേക്ക് കടന്നുപോയപ്പോ സുബ്ഹാനല്ലാഹ്, ഹുസൈൻ തങ്ങളുടെ വീട്ടിലേക്ക് ഈ യഹൂദിയായ മനുഷ്യന്റെ ഭാര്യ എന്തോ ആവശ്യത്തിന് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഹുസൈൻ തങ്ങളുടെ വീടിന്റെ പറമ്പിന്റെ മുമ്പിൽ മുറ്റത്ത് അവിടുന്ന് അഴുക്ക് ചാലുകൾ വന്ന് കെട്ടി നിന്നിട്ടുണ്ട്. എവിടെന്നാ വരുന്നത്? ഈ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. അവരുടെ അഴുക്ക് വെള്ളം വന്നിട്ട് ഹുസൈൻ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വാസരിക്കുന്നുണ്ട്. ഈ പെണ്ണ് പോയിട്ട് ചോദിച്ചു, അല്ല മഹദി, നിങ്ങൾ എന്തേ ഇത്രയും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ സംഭവിച്ചിട്ടോ, നിങ്ങൾ എന്തേ ഞങ്ങളോട് പറയാഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണിനോട് ഹുസൈൻ തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അയൽവാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ? ഞാൻ പറഞ്ഞതിന്റെ കാരണം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഒരു കയ്യിൽ കത്തിണ്ടാവും, മറ്റേ കയ്യിൽ മൗണ്ട്
വിളിക്കുന്ന ചീത്തക്ക് പച്ചക്കറിന്റെ പേരിന് ഒരു കയ്യും കണക്കും ഉണ്ടാകാൻ. എല്ലാ ഈമാനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ പറമ്പിലിരുന്ന് തീയുമാൻ പറഞ്ഞ് ആ പറമ്പിലിരുന്ന് തീയുമാൻ പരസ്പരം പോരടിക്കല് തന്നെ. ഉമ്മമാരെ അമല് നഷ്ടപ്പെട്ടു പോയി. എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല. ഹുസൈൻ തങ്ങളുടെ വീട്ടിൽ എലിശല്യം കൂടിയപ്പോ ഹുസൈൻ തങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൂച്ചയെ വളർത്തിയാൽ അത് എലിയൊക്കെ പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എലിയൊക്കെ പിടിക്കുമല്ലോ, എന്തേ ഒരു പൂച്ചയെ വളർത്തിയാൽ പിന്നെ പോയാൽ പോയി കേട്ടാ. അവിടെ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് ഇനിയിപ്പോ പൂച്ചയെ വളർത്താത്തത്, എലിയുടെ ശല്യത്തിന് പൂച്ചയെ വളർത്താത്തത്, ഈ പൂച്ച വളർത്തിയ പൂച്ചയുണ്ടല്ലോ അടുത്ത വീട്ടിലേക്ക് എങ്ങാനും അയൽവാസിയുടെ വീട്ടിലേക്ക് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, പേടിക്കുന്നു. കണ്ട, ഒരു പൂച്ച വീട്ടിൽ വളർത്തിയിരുന്നവരെ അയൽവാസിയുടെ വീട്ടിൽ പോയേക്കോ എന്ന പേടി കൊണ്ടാണ് ഞാൻ പൂച്ച വളർത്താത്തത്. നമ്മളോ 100 പൂച്ച വളർത്തും, ഓന്റെ പേർക്ക് പോകുന്നത് പോട്ട്. ഓന്റെ പറമ്പിൽ വല്ല തൈയും പച്ച പിടിച്ച് കണ്ടാല് അപ്പ തുടങ്ങി ആടാ പയ്യോ പോക്കാ എത്ര പൈസ കൊടുക്കണം മൂവ്. ഒരാള് നല്ല ഉഷാറായിട്ട് കണ്ടു, നല്ല പച്ച പിടിച്ച് കണ്ടു അയൽവാസി, അപ്പ തുടങ്ങി തകിട് കെട്ടി കൊടുത്തിട്ടാണ്. അപ്പൊ തുടങ്ങി ഏതെങ്കിലും പൊടിയും ഭസ്മവും കൊണ്ടുവന്ന് ആ പറമ്പിന്റെ മുകളിൽ ഈ പറമ്പിന്റെ മുകളിൽ എല്ലാം പോകാൻ തുടങ്ങി. എന്താ വഴി? ഓനെങ്കിലും നശിക്കുകയാണ്. അയൽവാസി എങ്ങനെയെങ്കിലും നശിക്കണം എന്ന ചിന്താഗതിയിൽ, എന്ന രൂപത്തിൽ അയൽവാസി ആക്രമിക്കുന്നവരുണ്ട്. അല്ലാഹു കാക്കട്ടെ. ഈമാൻ തന്നെ തെറിച്ചു പോകും. മറ്റുള്ളവരായ ഹൈന്ദവരായ ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ അയൽവാസിക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വല്ല സിഹറും ചെയ്തോ, ആ സിഹർ നിങ്ങളിലേക്ക് തന്നെ വന്ന് വലിക്കും. സൂക്ഷിക്കണം കേട്ടോ. ഈ വെള്ളം വരുന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ അയൽവാസികൾ പരസ്പരം പോരടിക്കില്ല. മഴവെള്ളം വരുമ്പോ ഈ ചില അയൽവാസികളുണ്ട്, ചില ആളുകളുണ്ട്, എന്താ മഴവെള്ളവും അഴുക്കുചാലൊക്കെ വരുന്ന വെള്ളം, ആ വെള്ളത്തിന് എന്ത് ചെയ്യും? ഓന്റെ പരക്കന്നെ കണി കൊത്തി, പരക്കന്റെ തോട് കുത്തിട്ട് ആ വെള്ളം മുഖത്തേക്ക് കേട്ടു. വേറെ സ്ഥലം ഉണ്ടിടാൻ അന്നെങ്കിലും എന്താക്കും? ഓന്റെ മുഖത്തേക്ക് കേട്ടു. ഇതിനായിട്ട് പോകാനെന്താ? അവന്റെ മുഖത്തേക്ക് തന്നെ കൊത്തിയിട്ട് ചാല കൊത്തിയിട്ട് ഇവന്റെ വെള്ളം വരുന്ന ഇതിന്റെ പൊരന്തരാകുന്ന വെള്ളം എല്ലാത്തിനും ചാല കൊത്തിയിട്ട് ഇവന്റെ മുഖത്തേക്ക് തന്നെ എന്ത് ചെയ്യാം? കണ്ണി കൊത്തി കൊടുക്കാം. കരുതിക്കൂടി ചെയ്യുന്ന ആള്. ഇതൊക്കെ നമ്മുടെ അകലെ നഷ്ടപ്പെടാൻ വേണ്ടി കാരണമായി. അല്ലാഹു കാക്കട്ടെ. ഇന്നയോ നിങ്ങളെ പറയുന്നു, അസാല ജിബ്രീലു യുസീനി ബിൽ ജാരി അത്താലനതു അന്നഹു സയവരിദു. അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ ബീവി പറയുന്നു, നബിതങ്ങൾ പറയാണ്, അയൽവാസികളുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞ് നബിതങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങളുടെ സ്വത്തിൽ നിന്ന്, ഞങ്ങളുടെ മാപ്പാക്ക് കിട്ടിയ സ്വത്തിൽ നിന്ന് ഞങ്ങൾ ഓഹരി വെക്കുമ്പോ അയൽവാസിക്ക് ഒരു ഓഹരി വെക്കേണ്ടി വരുമോ എന്നവരെ ഞങ്ങൾ ചിന്തിച്ചു പോയി. അത്രയും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇനി കണ്ടോ, ഈ ഒരു വാക്ക് നോക്ക് നിങ്ങള്. നബിതങ്ങൾ പറയുന്ന മറ്റൊരു വാക്ക് അയൽവാസിയെ ശ്രദ്ധിക്കാനുള്ളത്, കമ്മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരിഹി യൗമൽ ഖിയാമ. ചില അയൽവാസികളുടെ മുമ്പിലേക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വാതിൽ അടച്ചു കളയും. സ്വർഗ്ഗത്തിന്റെ വാതിലങ്ങ് അടച്ചു കളയും ചില അയൽവാസികളുടെ മുമ്പിൽ. ആരാണത്? നബിതങ്ങൾ പറയുന്നു, ആരാണത് എന്ന് ചോദിച്ചപ്പോ പറയാണ്, തന്റെ അയൽവാസിയുടെ മുമ്പിലേക്ക് വാതിൽ, അവന്റെ വീടിന്റെ വാതിൽ അടച്ചവനാണ്. ചുടിയുണ്ടെങ്കിൽ അറസ്റ്റുണ്ടെങ്കിൽ ആ പോലെ ഉമ്മാനെ കാണുമ്പോ കാണാനുണ്ടോ? ഇങ്ങനത്തെ ആളുകൾ എത്ര ഉമ്മമാരെ എന്തെങ്കിലും ചെറിയ അറസ്റ്റുണ്ടെങ്കിൽ
വാതിൽ വരെ ഓള് പുറത്തുനിന്നില്ല. ഓൾ ചിലപ്പോ ഈ ഓണം പോലെ നോക്കിയെന്നല്ല, ചിലപ്പോ ടെറസിന്റെ മുകളിൽ പോയിട്ട് അലക്കിയ തുണി എടുത്തിട്ട് ഇങ്ങനെ ആർത്തിടുന്നുണ്ട്. തുണി ഉണങ്ങാനിടും. ഈ ഉണങ്ങാനിടുമ്പോ ഈ ഉമ്മ പുറത്തേക്ക് വന്ന ആ ഓളോ അങ്ങോട്ട് ഇതുകൊണ്ട് ഇത് ദുനിയാവിലുള്ള ചെറിയ ദേഷ്യത്തിന്റെ ചെറിയ അർത്ഥത്തിന്റെ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അല്ലാഹു തആല നിന്റെ മുഖത്ത് നിന്ന് നേരെ സ്വർഗ്ഗത്തിന്റെ മാർഗ്ഗമാണ്. ഒരു ഗുണവുമില്ല. കയ്യിലെ തസ്ബീഹമാലയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, ഹജ്ജുമ്മയാണ്, നിസ്കാരത്തോട് നല്ല പ്രതിബദ്ധതയുള്ള ഉമ്മയാണ്, സക്കാത്ത് കൊടുക്കുന്ന സ്വതക്ക കൊടുക്കുന്ന ഉമ്മയാണ്. പക്ഷേ അയൽവാസികൾക്ക് നേരെ അക്രമം നടത്തിയവരാണോ അല്ലാഹു സ്വീകരിക്കൂല. ഇത് പറയുമ്പോ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ അമൽ രക്ഷപ്പെടാതിരിക്കാനാ പറയുന്നത്. ചില ഉമ്മമാരെ കുറിച്ചൊക്കെ ചില ആളുകൾ ഇവിടുന്ന് പറയാറുണ്ട്. ചില ആളുകളെ കുറിച്ചൊക്കെ, ചില ഉമ്മമാരെ കുറിച്ചൊക്കെ ചില ആളുകളെ പറയുമ്പോ അൽഹംദുലില്ലാഹ് നല്ല ഉമ്മയാണ്. ചില മരണപ്പെട്ടു പോയ ചില ഉമ്മമാരെ കുറിച്ചൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാര വിഷയത്തിലൊക്കെ ചില ആള് പറഞ്ഞു, സാറേ ആ ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു. നല്ല മുത്താലിമീങ്ങൾക്ക് നല്ല റമളാനിലൊക്കെ മുത്താലിമീങ്ങൾ വന്നാൽ നല്ല ഭക്ഷണം കൊടുക്കും, നല്ല സൽക്കരിക്കും, നല്ല സ്വതക്ക കൊടുക്കും, നല്ല ആലിമീങ്ങളോട് സ്നേഹമുണ്ട്, നല്ല അയൽവാക്ക് ബന്ധം പുലർത്തുന്ന ഉമ്മ, നല്ല ഉമ്മയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്ന ചില ആളുകളുണ്ട്. എന്തേത് കാരണം? ആ ഉമ്മയുടെ സ്വഭാവം, ആ ഉമ്മയുണ്ടായിരുന്ന ആ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് പറയാൻ നമുക്ക് കഴിയണം, അത് പറയിപ്പിക്കണം നമ്മള്. ഇതെന്താ ഓള നരി പോലത്തെ മെൻസന്മാരെ കണ്ടുകൊണ്ട് ഓളെ മൂടി എപ്പോഴും തുടിച്ചിട്ട് അല്ലെ ഇങ്ങനെ പറയുന്ന ചില ഉമ്മമാരെ കുറിച്ചാണ് പറയും. അയൽവാസികൾ മോശമായി നമ്മളെ പറയാൻ പറ്റില്ല, നല്ലത് പറയണം. ഇനി അയൽവാസികളായിട്ട് തീരെ ബന്ധമില്ലാത്ത ചില ആളുകൾ, തീരെ ബന്ധമില്ലാത്ത ആളുകൾ അവർ ചിന്തിക്കുക അതല്ല നല്ലത്, ഫോണേ വേണ്ട, നമ്മൾ തിരിഞ്ഞ് നോക്കുന്നേ വേണ്ട, ഭാഗത്തേക്ക് നോക്കണ്ട. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ വേണ്ട. ഞമ്മളും ഞാനും എന്റെ വ്യക്തിയോടും എന്റെ തട്ടാനും ആ രൂപത്തിൽ ഞാൻ എന്റെ പോലെ രൂപത്തിൽ ഒരു ഈ സംഗതിക്കും ഞാൻ തിരിഞ്ഞു നോക്കണ്ട, അതും പാടില്ല. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വല്ല ശബ്ദം കേട്ടാൽ, ചെറിയൊരു ശബ്ദം കേട്ടു, കരയുന്ന ശബ്ദം കേട്ടു, അന്വേഷിക്കണം. നമ്മളെ കടമയാണ്. ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു ഹബീബില്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വേറെ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ ദീനിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ടവനല്ല, മുഅ്മിനല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബികളോട് ചോദിച്ചു, മാഹക്കുൽ ജാരി അലാ ജാരി, ഒരു അയൽവാസിക്ക് മറ്റൊരു അയൽവാസിയോടുള്ള കടമ എന്താണ് നബി എന്ന് ചോദിച്ചപ്പോ നബികൾ പറഞ്ഞ ഒന്നാമത്തെ കടമ ഒരാൾ അയൽവാസി രോഗിയായാൽ രോഗിയെ സന്ദർശിക്കണം. ഒരാൾക്ക് പണി വന്നു, അയൽവാസിയാകുന്ന ഉമ്മ, രണ്ട് സാധാരണ സംസാരിക്കാറുള്ള ഉമ്മ, 2 ദിവസമായി കാണുന്നില്ല, അന്വേഷിക്കണം. നമ്മള് പറഞ്ഞു അവർ രോഗിയാണ്, പരിഗണിച്ച് കിടക്കുക, ഉടനെ ചെല്ലണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ആ ഉമ്മയെ സന്ദർശിക്കാൻ, ആ ഉമ്മയെ നമ്മൾ സന്ദർശിക്കാൻ ചെല്ലണം. അല്ലെങ്കിൽ ഉപ്പമാരെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗിയായാൽ അയൽവാസി രോഗിയായാൽ നമ്മൾ സന്ദർശിക്കണം. പോരാ അവന് മരിച്ചാൽ ആ മരിച്ച വീട്ടിലേക്ക് നമ്മൾ ചെല്ലണോ, മയ്യത്തിന്റെ കൂടെ നമ്മൾ അനുഗമിക്കണോ, ഖബറിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ ചെല്ലണോ, അവിടെ ചെന്നവർക്ക് വേണ്ടിയിട്ട് പൊറുക്കല്ല ചോദിക്കണം. പോരാ അവർക്ക് വല്ല ആവശ്യവും വന്നാൽ അവർക്ക് നിങ്ങൾ കടം കൊടുത്ത് സഹായിക്കണോ. കടം കൊടുത്ത കണക്കായി തന്നെയാണത്. കടം കൊടുത്താൽ പിന്നെ എന്താ അതിന്റെ ഇടയ്ക്ക് ഒരു കടയിൽ പോയിട്ട് ഞാൻ ഒരു 2000 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി, ഗൂഗിൾ പേന്റെ സമയമാണ്, അങ്ങനെ GP ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അയാള് GP ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ പൈസ വാങ്ങി പിന്നെ ചെയ്തു. എന്നിട്ട് എന്നോട് പറയാം, ഉസ്താദേ നിങ്ങളെ വിശ്വാസമില്ലാതിട്ട് ഞാൻ വാങ്ങിയതല്ല, ഇതിനിടയ്ക്ക് ഒരാഴ്ച മുമ്പ് എന്നോട് ഇപ്പൊ തരാൻ 2000 രൂപ ഗൂഗിൾ ചെയ്തു കൊടുത്തു.
ഇപ്പൊ കൊടുത്തരാം, ഇപ്പത്തെ വിഷയം വെച്ചില്ലാന്ന് പോയ മനുഷ്യന് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് 2 ആഴ്ച കഴിയും. മിഞ്ഞാണോ ഇത് പോകുമ്പോ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞോ നോക്കാതെ കൊടുത്തു ഇങ്ങനത്തെ കാലം കൊടുത്തല്ലോ. ഇമ്രാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് കടം കൊടുത്താൽ ഒരു ഗുണവുമില്ല. തിരിച്ചറിയാത്തവരാണ് നിങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെയല്ല, ഒരാൾക്ക് ബുദ്ധിമുട്ടായി, ഒരു അയൽവാസി വല്ലാതെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, നിന്റെ മുമ്പിൽ വന്ന് വല്ല ആവശ്യം പറഞ്ഞാൽ നല്ലൊരു വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ തിരിച്ചു തരാൻ കഴിയില്ല. പക്ഷെ കഴിയുമെങ്കിൽ അയാൾ വരും. നല്ലൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്, നിന്റെ കയ്യിലുണ്ടോ, അള്ളാഹു തന്നിട്ടുണ്ടോ എന്നാൽ നീ കൊടുക്കണം. എന്നാൽ അവനെ നീ കൊടുത്ത് സഹായിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് അവനിക്ക് വല്ല ഗുണവും കണ്ടാൽ, നല്ല ഉഷാറായി തന്റെ അയൽവാസി എന്നാൽ അവനെ നീ പുകഴ്ത്തണം, അതിൽ നീ സന്തോഷിക്കണം. വല്ല വിഷമവും വന്നാൽ ആ വിഷമത്തിൽ നീയും വിഷമിക്കണം, പ്രയാസപ്പെടണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണല്ലോ വിശ്വാസനാണല്ലോ. നാളെ വരുമ്പോ ഒരു പാട കിട്ടും പുറത്തേക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അന്ന റജുല, ഒരു പുരുഷൻ, യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് പറയാണ്, ദുല്ലനി അലാ അമലി, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം നബിയേ. ഇദാ അമിൽത ബിഹി ദഖൽതുൽ ജന്ന. ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. എന്താ? അത് ചെയ്താൽ ഞാൻ സ്വർഗ്ഗത്തിൽ കിടക്കണം. ആ ഒരൊറ്റ ഒരു അമൽ കൊണ്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ മുഹ്സിന, നീ നല്ലൊരു മനുഷ്യനാവണം, നീ നല്ലൊരാളാവണം, മുഹ്സിനാവണം, നീ നല്ലവനാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, കൈഫ അമലു അന്നീ മുഹ്സിൻ, ഞാൻ നല്ലവനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ നല്ലവനെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മറ്റൊരാൾ പറയണ്ടേ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് ഞാൻ എങ്ങനെ അറിയാൻ നബിയെ? നബി പറഞ്ഞു, സൽ ജീറാനക, നീ നിന്റെ അയൽവാസിയോട് ചോദിക്കണം. ഫൈൻ ഖാലു ഇന്നക മുഹ്സിനുൻ വഅൻത മുഹ്സിൻ, അയൽവാസി നിന്നോട് കുറിച്ച് ചോദിക്കുമ്പോ പറയാം, അവൻ നല്ലൊരു മനുഷ്യനാണ്. ഇന്ന് നല്ലതാണെങ്കിലും നല്ലത് പറയുന്നില്ലേ? ഒരു കല്യാണാലോചന ഒരു പെണ്ണിനെ കുറിച്ച്, ഉദാഹരണത്തിന് സൂര്യകുമാരില് ഒരാൾ ഉദാഹരണം പറഞ്ഞ മൂസ്കാല മോളെ കല്യാണം, അള്ളാഹു മക്കളുടെ വിവാഹത്തിന് സന്തോഷത്തിലാണ്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോ അവിടെ കട്ടരിങ്ങനെ കുറച്ച് പാലക്കാരിരിക്കുന്നു. അയാളെ മോളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കല്യാണം. അവർ ചോദിച്ചു, ഒരാൾ വന്നിട്ട് വീട്ടെ മൂസാക്കിനെയും ഹാണിനെ അയാളെ മോള് എങ്ങനെ? ഇത് ഞാനെങ്ങനെ പറയുന്നപ്പോ നിങ്ങൾ റെഡിയായി ആയില്ല, എല്ലാം ശരിയായി. അന്നൊന്നും പിന്നെ എന്നോട് പറയുന്നില്ല, അത്ര തന്നെ മതിയോ റെഡിയോട് പോകാൻ, തിരിച്ചു പോകാൻ അത്ര മതി. അത്ര മതി. അള്ളാഹു ചില ഉമ്മമാരോട് വിളിച്ചു ചോദിക്കും, ആ പാത്തുമാരുടെ മോള് എങ്ങനെ? നിങ്ങൾ മുണ്ടിട്ടാണെങ്കിൽ ഞാനൊന്നും ചെല്ലുന്നില്ല. മോള് ഒരാഴ്ച പിന്നെന്തൊക്കെ പോയി നല്ല ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കുറെ സഹോദരങ്ങൾ. എന്ത് ഗുണം? ഒരു ഗുണമില്ല. ഇവളുടെ മകള് അയൽവാസിയാകുന്ന ഇവരുടെ മകള് കെട്ടുപ്രായം കഴിഞ്ഞ് കെട്ടാതെ ഇങ്ങനെ മരളിച്ചവിടെ നിൽക്കുന്നത് കണ്ട് ചിരിക്കണം, സന്തോഷിക്കണം. ഈ ഒരു ഉദ്ദേശം മാത്രം, അതൊന്നുമില്ല. കുറെ നാട്ടിലുണ്ട് കല്യാണം നടത്തിയത്. എന്ത് ആരെ ഏത് പെണ്ണിനെ കുറിച്ച് ചെക്കനെ കുറിച്ചിട്ട് നല്ല അന്വേഷണം വന്നിട്ട് ചോദിക്കാൻ നമ്മുടെ അബൂബക്കർ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറയും, ആ പോരാ, മോശമില്ല, ഒരു താമര വളർത്താൻ ചെല്ലും, താമര വളർത്താൻ അവൻ എപ്പോഴും വെള്ളത്തില്ല, തീർന്നില്ല. പിന്നെ അതിനെ കുറിച്ച് അന്വേഷിക്കും, താമര എപ്പോഴും വെള്ളത്തില്ല. ഇങ്ങനെ കുറെ ചില ബ്രോക്കർമാരുണ്ട്, കളവ് പോലെ ചില പെണ്ണുങ്ങളെ ഗുൽമാനാക്കിയാണ്.
ഒരു ഗുരുമാരാക്കി തീർക്കുന്ന ചില ബ്രോക്കർമാർ കണ്ടന്വേഷിക്കാൻ വരിക. നല്ല പെണ്ണ്, നല്ല പൊണ്ണ് പോലത്തെ പെണ്ണ്, നല്ല പഠിച്ച പെണ്ണ്, നല്ല ഉത്സാഹമുള്ള പെണ്ണ്, നല്ല പെണ്ണ്. എത്ര വയസ്സായി? 18 വയസ്സോ 6 മാസമോ ആയി. ചെറിയ വയസ്സിൽ നല്ല പെണ്ണ്, നല്ല കഴിഞ്ഞ് വീട്ടിൽ കൂടാൻ വരുന്ന കാണാൻ തുടങ്ങും. നോക്കുമ്പോൾ 6 മാസമായി. അത് ബ്രോക്കറിനെ വിളിച്ചു. എന്താ പറയുന്നത്? നല്ല പെണ്ണ്, നല്ല അടിപൊളി പെണ്ണ്, നല്ല നീയായ പെണ്ണ്. അതല്ല ഞാൻ പറഞ്ഞ വയസ്സിൽ 18 വയസ്സിൽ 6 മാസവും നേരല്ലേ? 18 വയസ്സ് 6 മാസം തെറ്റൊന്നുമില്ല. നീ മനസ്സിലാക്കാതെ ഞാൻ എന്താക്കാൻ? ഇങ്ങനെ കടവ് പറഞ്ഞ് നോക്കിങ്ങനെ ചതിക്കുന്ന ചില ബ്രോക്കർമാരുണ്ട്. നല്ല ബ്രോക്കർമാരുമുണ്ട്. നല്ല നിലക്കൊരു പെണ്ണിന് പുണ്യാപ്പൻ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് നല്ല സ്വാധീനമായ ചെക്കന്മാരെ കൊണ്ടുവരുന്ന ചില ബ്രോക്കർമാരുമുണ്ട്. അവർക്കൊക്കെ നല്ല തിരിയാൻ നോക്കിയിട്ട് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയാനുള്ളത്, നന്നായി നമ്മൾ അയൽവാസികളും കുടുംബക്കാരും തമ്മിലുള്ള നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല. ഉള്ളതാണെങ്കിലും അതിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ്, നല്ല മനുഷ്യനാണെങ്കിൽ അവനെക്കുറിച്ച് പഴയ കാലത്ത് അവൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് നിങ്ങൾ പറയാനേ പാടില്ല. അത് ഒഴിവാക്കണം, അതിനെ മറക്കണം. അവന് നല്ലതുണ്ടെങ്കിൽ അവന്റെ നല്ലത് മാത്രം നമ്മൾ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്ക്, നിങ്ങള് നമ്മളെത്ര കാലായി ദുആ ചെയ്യും, അല്ലാഹുവേ നീ സഹായിക്കണേ, ഫലസ്തീനിന്റെ മക്കളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. പള്ളികളായ പള്ളികളിൽ ദുആ ചെയ്യുകയാണ്, മിമ്പറുകളായ മിമ്പറുകളിൽ ദുആ ചെയ്യുകയാണ്. ഫലസ്തീനിലും ഗസയിലും മുസ്ലിം പൈതൽ മക്കളെ, ചെറിയ ചെറിയ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുകയാണ്, കഷണം കഷണമായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വെന്തുരുകിയ ശരീരങ്ങളൊന്നുമില്ലാതെ കാലുകൾ വേറെ, തലകൾ വേറെ, കൈകൾ വേറെ, ഇങ്ങനെ ഉരുകിയിട്ട് കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അല്ലാഹ് ഫലസ്തീനിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, രക്ഷ കൊടുക്കണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിന് ഇസ്രായേലിലെ യഹൂദികളുടെ കൈപ്പിടിയിൽ നിന്നും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഉമ്മാരോട് പറയുന്നു, ബാപ്പമാരോട് പറയുന്നു, എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മുടെ ഫലസ്തീനിന്റെ മക്കളെ മറന്നു പോകണ്ട. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേര്, നമ്മുടെ സ്വകാര്യമായ ദുആകളിൽ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഇബാദത്തിൽ ഇഖ്ലാസില്ല. എല്ലാ നാടിലും ചെറുപ്പക്കാർ സജീവമായി രംഗങ്ങളിൽ വരുന്ന നാടുകളിൽ നമ്മുടെ ചെറുപ്പക്കാർ കുറച്ച് പുറകോട്ടായോ ഈ ബേജാറുണ്ട്. വീലവനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുപ്പക്കാരനാണ്. വലിയ സങ്കടം തരുമോ? ഞാൻ കുറെ മുമ്പും പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലാരെങ്കിലും മരിച്ചാൽ കവർ വയ്ക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരനാണ് പറഞ്ഞിട്ട് ബേജാറായിരിക്കണമെന്നില്ല. കാരണം എന്താ പറയുമോ? എവിടെന്നെങ്കിലും മറ്റു നാടിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ കവർ ഉപയോഗിക്കുന്നു. ആ സമയത്ത് ആ കവർ ഉപയോഗിക്കുന്ന മത്സരം ലക്ഷ്യത്തെ കവർ ഉപയോഗിക്കുന്നത് ആലോചിച്ചു നോക്കുന്നത്. ഈ കവർ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആള് അയാളെന്നെ മരിച്ചുപോയാലോ പിന്നെ കവർ ഉപയോഗിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുടിക്കാൻ അറിയുന്ന ആളുകളുടെ കൂടെ 3-4 ചെറുപ്പക്കാർ സഹായികളായി കുറച്ച് സമയം ഇങ്ങനെ കവറിലേക്ക് കൂടണം. ആ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ എങ്ങനെയാണ് കവർ കുടിക്കുക പഠിക്കാൻ നമുക്ക് കഴിയും. അതിന് പേടിക്കേണ്ട. ആ കവർ തന്നെ ഞാൻ നിങ്ങൾ എല്ലാവരും കഴിക്കേണ്ട അതേ കവറിൽ ഒരു കോഴി കുഴിക്കുന്ന ആളുകളോടെ തന്നെ കവർ കുഴിക്കുമ്പോ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരെ ഒന്നിൽ വീഴണം. നല്ല സ്റ്റഡിയാക്കിയിട്ട് നല്ല യുവാക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. ഞാൻ അന്ന് കഴിഞ്ഞ റമദാനിൽ പറഞ്ഞിരുന്നു, മയ്യത്ത് കുളിപ്പിക്കുക. ഈ മയ്യത്ത് കുളിയെ കുറിച്ചിട്ട് എന്റെ ചെറുപ്പക്കാർ ഒരു ടീമായി ചെറുപ്പക്കാർ പഠിക്കണം. മയ്യത്ത് കുളിയെ കുറിച്ച് പഠിക്കണം. എങ്ങനെ കുളിപ്പിക്കാം മയ്യത്തിനെ? കുളിക്കാൻ നിർബന്ധമായി കുളിപ്പിക്കണം. സഹോദരിമാരാകുന്ന ചെറുപ്പക്കാരികളായ സഹോദരിമാർ കുളിപ്പിക്കാൻ അറിയുന്ന പ്രായമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവരുടെ അടുത്തിൽ ചെന്ന് ചോദിച്ച് പഠിക്കണം. അവരുടെ കൂടെ സഹായത്തിന് നിൽക്കണം. അല്ലെങ്കിൽ മയ്യത്ത് കുളി നിർബന്ധമായി പഠിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലുള്ളവരെ പഠിക്കണം മയ്യത്ത് കുളി.
കുളിപ്പിക്കാൻ ഉമ്മമാരെ വിളിച്ചു കൊണ്ടുവരിക. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് മരിച്ചാൽ നമ്മളെ പഠിച്ചു വെച്ചില്ലെങ്കിൽ, നമ്മുടെ ഉമ്മമാർ മരിച്ചാൽ, എന്റെ ഉമ്മ മരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ മരിച്ചാൽ, മറ്റാരെങ്കിലും മരിച്ചാൽ ആരാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം അത്. കാരണം എന്ത്, നമ്മുടെ നാടുകളിൽ വളരെയധികം വിരളമായിക്കൊണ്ടിരിക്കുക. ചില നാടുകളിൽ JCB മാന്തിയിട്ട് നാടുകളില്ല, JCB മാന്തിട്ട് കുഴിച്ചു വെക്കുക. ചില നാടുകളിൽ എന്റെ ആളുകളില്ല, അറിയില്ല, കുടിക്കാൻ ആരും രംഗത്ത് വരുന്നില്ല. എന്റെ ചെറുപ്പക്കാർക്കതൊരു പേടി, ഒരു പേടിയും വേണ്ട. അത് ഭയപ്പെടേണ്ട സംഭവമല്ല. നമ്മൾ നാളെ കിടക്കേണ്ടത് ആ കബർ തന്നെയാണ്. ആ കബർ കുഴിക്കുന്നത് നമ്മൾ പഠിച്ചു വെച്ചാൽ അതൊരു കൈത്തൊഴിലായി നമ്മുടെ നാട്ടിൽ യുവാക്കൾ, ഒരു പറ്റം യുവാക്കൾ കബർ കുഴിക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കുന്ന, മയ്യത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പറ്റം യുവാക്കളും യുവതികളും ഈ സൂര്യകുമാരിൽ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും വലിയ അഭിമാനം വേറെന്ത. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അള്ള വലിയ കൂലി കൊടുക്കുന്നുണ്ട്, വലിയ കൂലി അള്ള കൊടുക്കുന്നുണ്ട്. കബർ കുഴിക്കുന്നവർക്ക് അള്ള വലിയ കൂലി കൊടുക്കുന്നുണ്ട്. ഇമാം ഹുസൈൻ തങ്ങൾ പറയുന്നത് കബർ ശിക്ഷയിൽ നിന്ന് അവരെ അള്ളാഹു ദൂരീകരിക്കും. മയ്യത്തിനെ കുളിപ്പിക്കുന്നവര്, മയ്യത്ത് കബർ കുളിക്കാൻ വേണ്ടി സഹായിക്കുന്നവരെ, കുളിക്കുന്നവർക്കൊക്കെ അള്ള വലിയ 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 സ്ഥാനങ്ങൾ അള്ള കൊടുക്കുന്നുണ്ടെന്ന് മഹാന്മാരെ അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുവാക്കൾ ആ രംഗത്ത് നിർബന്ധമായി വരണം. അതുപോലെ പള്ളികളിൽ ജുമാക്ക്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ജുമാക്ക് പറഞ്ഞിരുന്നു, ജുമാക്ക് വരുന്ന ചില ആളുകൾ ജുമാലെ കുർബാന കഴിഞ്ഞ് ഇമാമ കൈകെട്ടാനാവുമ്പോ എന്ത് ചെയ്യും? രണ്ട് റക്അത്ത് ഖുത്ബ, അൽ ഖുത്ബത്തു തഖൂമു മഖാമ റക്അത്തൈനി മിനൽ ഫർദ്. രണ്ട് ഫർദിന്റെ സ്ഥാനത്താണ്. ദുഹർ 4 റക്അത്താണ്. ഈ ദുഹറിന്റെ സമയത്ത് നിസ്കരിക്കുന്ന ജുമുഅ, ആ ജുമുഅ ആ 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ഈ ഖുത്ബ. ഇനി എത്തിയാൽ തന്നെ ചിന്തിക്കണം, എത്തിയാൽ തന്നെ സലാം വീട്ടി ഒന്നാമത്തെ ദുആ കഴിഞ്ഞ ഉടനെ ഓടി. ഈ ഓടിയിട്ട് തിരക്കുള്ള ആളുകളായിട്ട് ഓടുകയാണെങ്കിൽ ഓക്കെ. ഇത് ഓടി വന്നിട്ട് ഞാൻ വേറെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നാലും ഓടാടെ സ്മിബാക്കിടായിട്ടുണ്ട്. ഒരു തിരക്കില്ല. ഈ മദ്രസക്ക് അടുത്ത് ദർസ് കഴിഞ്ഞുള്ള പോലെ കുറച്ച് താഴെയുള്ള ചെറുപ്പക്കാർ, നല്ല ഈ പള്ളിയിലേക്ക് വരാൻ പ്രാപ്തരായ ചെറുപ്പക്കാർ നിന്ന് എന്നോട് ചോദിച്ചൊന്നും മോശമല്ല, പറയേണ്ട കടലാണ്. ഇശാഇ ജമാഅത്ത് കഴിഞ്ഞിട്ട് അവസാനം അല്ല കഴിഞ്ഞ ഇവിടെ വന്ന് കേൾപ്പിച്ചാൽ അതാണ് ജമാഅത്തിന്റെ അത്രയും വലിയ കൂലി വേണ്ട. ഇവിടെ വന്ന് ഉമ്മമാരെ മനസ്സിലാക്കാനാ പറയുന്നത്. നിങ്ങളുടെ മക്കള് വീട്ടിലേക്ക് വരുമ്പോ ചോദിക്കണം, നീ ജമാഅത്തായിട്ട് നിസ്കരിച്ചോ നല്ല ചോദിക്കണം. ജമാഅത്തായിട്ട് നിസ്കരിച്ചോ ചോദിക്കണം. ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ മക്കളോട് പറയണം. ഇത് ഇവിടെ വന്നാൽ സുബ്ഹാനല്ലാഹ് 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ 4 തലകുത്തി മറിഞ്ഞിട്ട് അറ്റപ്പോ ഒതുകൊടുക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കുന്ന പോലെ. ഇവിടെ അതാത് തുടങ്ങിയിട്ട് പാർട്ടി തീരുന്നതിന് മുന്നേ നിസ്കരിച്ച് സ്ഥലം കഴിയായിരിക്കും. വലിയ വലിയ ആളുകളാണ്. പല ആളുകളും ഈ വലിയ ആളുകളെ കണ്ടിട്ട് ചെറിയ ആളുകൾ ഇങ്ങനെ പഠിക്കാം. വലിയ ആളുകൾ ഉപ്പമാരെ പുറത്തിരുന്നാലും മക്കളും അതേപോലെ തന്നെ അല്ലെ. ഉപ്പ നിന്നാക്കിയാൽ മക്കള്, ഉപ്പ നിന്നിട്ട് ഉപയോഗിച്ചാലും മക്കൾ നടന്നിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഉപ്പ ചെയ്ത പ്രവർത്തനം അത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ബാങ്ക് കൊടുക്കുമ്പോ ടി വി നോക്കി ഉപ്പ ടി വി നോക്കിലാണ് ഉപ്പയുമെങ്കിലോ മക്കൾ തന്നെ പഠിക്കുന്നു. മക്കൾ ഇതേ സ്വഭാവം പഠിക്കാം. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഇന്ന് നാട്ടിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഏതായാലും എനിക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റി വെക്കണം. ബാങ്ക് കൊടുക്കുമ്പോ പണ്ടൊക്കെ ടി വി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ബാങ്ക് കൊടുക്കുമ്പോൾ ഓഫ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നതില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ അതൊന്ന് മ്യൂട്ട് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തി. ഇപ്പോ കുറച്ച് വോളിയം കുറച്ച് കുറക്കുന്നതാണ് ബാങ്ക് കൊടുക്കുന്നത്. ബന്ധാക്കുന്നത് പോയി, മ്യൂട്ട് ചെയ്യൽ പോയി. ബാങ്ക് കൊടുക്കുമ്പോൾ ചെറിയ ശബ്ദത്തിൽ കേൾക്കാം. മസാലകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആര് പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല. ശബ്ദം കുറക്കുക, ടിവിയും ശബ്ദവും രണ്ടും കേൾക്കണം. ബാങ്ക് കൊടുക്കുന്നുണ്ട്,
ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുക. നീ സംസാരിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ സംസാരം കേട്ടാലും ടി വി കണ്ടാലും നാവ് പഴക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. കലിമതെല്ലാം കഴിയാത്ത വിവാദങ്ങളെ കുറിച്ചിട്ട് മുത്തനബി പഠിപ്പിച്ചെടുത്ത് അവിടുന്ന് പറഞ്ഞ ഒരു വിവാദം പങ്കു കൊടുക്കുമ്പോ സംസാരിച്ചവരാ. ടി വി നോക്കിയിട്ട് ടിവിയുടെ ശബ്ദം കുറച്ചിട്ട് ടി വി കാണുന്നുണ്ടോ? സിനിമ കാണല് പാടെ ഹറാമാണ്. ടിവിയിലൂടെ സീരിയലുകൾക്ക് മുമ്പിൽ അടിക്കാതെ കടുത്ത ഹറാമാണ്, കാണാൻ പാടില്ല. ടിവിയിൽ മക്കൾക്ക് മുമ്പിൽ വേണ്ട ദീനങ്ങൾ വെച്ചു കൊടുക്കരുത്. അതാണ് അനാവശ്യ ചിന്തകൾ വെച്ചു കൊടുക്കുമ്പോഴാണ്. ഏതെങ്കിലും ഒരു സിനിമയും സീരിയലും എന്റെ ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സിനിമയും സീരിയലും എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടോ? സ്നേഹത്തിന്റെയും സെക്സിന്റെയും സ്വയമില്ലാത്ത സീരിയലുകൾ കണ്ടിട്ടുണ്ടോ? സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. മക്കൾക്ക് ലവ് സ്റ്റോറികൾ പഠിപ്പിക്കുന്നത് സീരിയലുകളാണ്, സിനിമകളാണ്. മക്കൾക്ക് സ്നേഹിക്കാനും പ്രേമിക്കാനും കലാലയങ്ങളിൽ ചെന്ന് പ്രേമിക്കാൻ പഠിപ്പിക്കുന്നത് സിനിമകളാണ്, സീരിയലുകളാണ്. അത് കാണുന്നത് ഉമ്മയും വാപ്പയും ഒന്നിച്ചിരുന്ന് ജമാഅത്തായിരിന്നിട്ടാ കാണുന്നത്. ടി വി എന്ന് പറയുന്ന പല്ലവിയിൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഉമ്മമാര് ചെയ്യുന്ന സ്വഭാവം എന്താണ്? ഉണ്ടോ? മാറ്റിയേ പറ്റൂ. മൊബൈലിൽ യൂട്യൂബിൽ വെച്ചിട്ട് കൊടുക്കാം മക്കൾക്ക്. യൂട്യൂബ് ഓൺ ചെയ്തിട്ട് ഉമ്മ പാചകം ചെയ്യാം. മകൻ കരയുന്നുണ്ട്, ഈ മകൻ നോക്കുന്നത് ടി വി സിനിമയാണ്. ഈ മക്കൾ നോക്കുന്നത് കളികളാണ്. മറ്റുള്ള കളികൾ നോക്കിയിട്ട് അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ട് ഉമ്മയാരാണെന്ന് പെങ്ങളാരാണെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മാറിപ്പോവുകയാ. ഇതിനടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ സംഭവം നിങ്ങളെ വായിച്ചു കാണും സോഷ്യൽ മീഡിയയിലൂടെ. എന്താണ് സംഭവം എന്നറിയോ? പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിംസ് അവിടെ നിന്ന് കളിച്ചിട്ട് അവന്റെ തലയിലേക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ടായിട്ട് അവസാനം ആ മകൻ ചെയ്തതെന്തെന്നറിയോ? സ്വന്തം ചെറിയ അനുജത്തിയെയും കയ്യിൽ തട്ടിയിട്ട് കയ്യിൽ പൊതിഞ്ഞിട്ട് പറക്കാൻ കഴിയുമെന്ന ചിന്തയിലൂടെ പറക്കാൻ കഴിയും. ഇത് കണ്ടിട്ട് പറക്കാറുണ്ട്, ലോകത്തേക്ക് പറന്ന് നടക്കാൻ. പറവകളെ പോലെ, ചിറകുള്ള പറവയെ പോലെ പറക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ട് ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയുടെ മുകളിലേക്ക് അപ്പുറത്തേക്ക് പറക്കാൻ നോക്കിയതാ. പുഴയിൽ വീണ കുഞ്ഞും മകനും അങ്ങ് മരണപ്പെട്ടു പോയി. തലക്ക് മത്ത് പിടിച്ചതാണ്, ഭ്രാന്ത് പിടിച്ചതാണ് മൊബൈലിലൂടെ. അതുകൊണ്ട് ഉമ്മമാരെ, മൊബൈലിന്റെ യുഗം മാറ്റി വെക്കണം നമ്മള്. നിങ്ങൾ പറയും ഇതൊക്കെ കമ്പ്യൂട്ടർ യുഗമല്ലേ ഉസ്താദേ, ഡിജിറ്റൽ യുഗമല്ലേ, ഫാസ്റ്റ് ഡിസൈനിങ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉമ്മമാരെ, ഫാസ്റ്റ് ജീവിതമാണെങ്കിലും ദുനിയാവില് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സിനിമകളും സീരിയലുകളും ഉണ്ടല്ലോ, മക്കളെ ഫാസ്റ്റായിട്ട് അവിടെ നിന്ന് വഴിതെറ്റിക്കുന്നുണ്ട്. മക്കളവിടെ നിന്ന് പാൻപനാകിലും അതുപോലെ പുകവലിക്കും അവിടെ നിന്ന് അടിച്ചാകുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന 10ലും 8ലും പഠിക്കുന്ന മക്കള് സിഗരറ്റ് വലിക്കുന്നുണ്ട്. മക്കൾ ഉമ്മയെ അനുസരിക്കുന്നില്ല, ഉമ്മ പറഞ്ഞത് കേൾക്കുന്നില്ല, ഉപ്പ പറഞ്ഞത് കേൾക്കുന്നില്ല. ഉപ്പ അടിച്ചാൽ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണു കിട്ടിയിട്ട് പേടിപ്പിക്കുന്ന മക്കളുണ്ടെന്ന് 8ലും 9ലും പഠിക്കുന്ന മക്കൾ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന വാപ്പ ആരുണ്ട്? ഏത് ഉമ്മയുണ്ട്? എന്റെ മകൻ എന്നെ കണ്ണുരുട്ടാറില്ല, എന്റെ മകൻ എന്നെ പേടിപ്പിക്കാറില്ലെന്ന് പറയാൻ പറ്റുന്ന ധൈര്യമുള്ള ഏത് ഉമ്മയുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് ഗൗരവത്തിൽ ചിന്തിക്കാനായി പറയുന്നത്, മനസ്സിലെത്തിയിട്ടൊന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. മക്കളെ നമ്മൾ ഈ സമയത്ത് തന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ പറഞ്ഞത് നിങ്ങളുടെ മക്കൾ കേൾക്കുന്നില്ലെങ്കിൽ, നമ്മുടെ പെൺമക്കൾ നമ്മളെ പറയുമ്പോ, നമ്മൾ ഒരു വഴി പറയുമ്പോ മറ്റൊരു വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, കൈ ചൂണ്ടിയിട്ട് മകന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് 2 അടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അവനിക്ക് ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയണം. അവനെ പട്ടിണിക്കിടാൻ നമുക്ക് കഴിയണം. സ്നേഹം കൊടുക്കണം മക്കൾക്ക്. പക്ഷേ ആ മകൻ ഉമ്മയുടെ നേരെ കൈ ചൂണ്ടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ മകൻ ഉപ്പയുടെ നേരെ കൈ ചൂണ്ടുന്നൊരവസ്ഥയുണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണേ നിങ്ങള്. ഈ ഇടയ്ക്ക് തന്നെ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ ഒരു ഹാജിയാരും മക്കളും വഴിതെറ്റുന്ന മക്കൾ എന്ന വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ച് അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ
അയാള് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ കാര്യം പറഞ്ഞു, ഉസ്താദേ, ഞാൻ അവിടെ നിന്ന് മരത്തിന്റെ കൂപ്പിൽ പണിയെടുത്തിട്ടാ ഞാൻ എന്റെ മക്കളെ പോറ്റിയത്. എന്റെ മകൻ ഇപ്പോൾ ഗൾഫിലാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന മകനെ പാതിരാ സമയം 12 മണിയായി വീട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോ ഞാൻ അവിടെ വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. അവര് വന്നപ്പോ ഞാൻ ചോദിച്ചു, എവിടേക്കാടാ പോയത്? ഇത്ര സമയം വരെ നീ എന്താ ചെയ്തതെന്ന് എന്റെ മകനോട് ഞാൻ ചോദിച്ചപ്പോ എന്റെ നെഞ്ചിന് നേരെ കൈവച്ചിട്ട് നിങ്ങളൊന്ന് മാറി നിൽക്കെന്ന് പറഞ്ഞ് എന്നെ തള്ളിയിട്ടിട്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ആരാണ് പൊന്നുപോലെ വളർത്തിയ മകൻ പണത്തിന്റെ ചെളിവിളി കണ്ടപ്പോ സ്വന്തം വാപ്പാനെ തള്ളിയിട്ട് ആ വാപ്പയുടെ കൈ ഇവിടെ നിന്ന് മുറിഞ്ഞിട്ടുണ്ട്, മുറിവ് വന്നിട്ടുണ്ട്. പറയാണ്, ഉസ്താദേ, ഇത് വീട്ടിന്റെ ടൈൽസിന്റെ സൈഡ് വീണപ്പോ ഷെഫിന്റെ സൈഡ് കൊണ്ട് കീറിപ്പോയതാ, മുറിഞ്ഞു പോയതാ. പ്രായമുള്ള ഉപ്പ ഇത് പറഞ്ഞ് കരഞ്ഞപ്പോ എന്റെ ഉപ്പമാരെ ഉമ്മമാരെ മനസ്സിലാക്കേണ്ടത്, നാളെ എന്റെ മകൻ എന്റെ നെഞ്ചത്ത് കൈ കൊണ്ടിട്ട് എന്നെ ചവിട്ടി താഴ്ത്തുമ്പോ, എന്നെ തള്ളിയിടുമ്പോ മനസ്സ് വേദനിക്കുമോ? മനസ്സ് ഒത്തുമോ? കൽബ് കരഞ്ഞു പോകൂലേ? അല്ലാ, ഞാൻ ചോര നീരാക്കിയിട്ട് ഇതൂ എന്ന് ചിന്തിച്ച് കരയേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് നല്ല അതവ് പറഞ്ഞു കൊടുത്തേ പറ്റൂ. അത് നിങ്ങൾ പറയുമ്പോ പറയും, അതൊക്കെ ഉസ്താദുമാരെ കടമയല്ലേ എന്ന്. പറഞ്ഞു കൊടുത്തത് പ്രവർത്തികമാക്കേണ്ടത് അത് രക്ഷിതാക്കളെ കടമയാണ്. നിസ്കരിക്കാനെ വരാനേ പറയാൻ പറ്റൂ. വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണ്ട കടമ രക്ഷിതാക്കളുടേതാണ്. അനുസരണ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. അനുസരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കടമ ഉമ്മയുടേതാണ്, വാപ്പയുടേതാണ്. ഉസ്താദിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. അതേ രൂപത്തിൽ ബഹുമാനിക്കണമെന്ന് പറയേണ്ടതും അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടതും അതിനുള്ള ശാസന കൊടുക്കേണ്ടതും അത് ഉമ്മയാണേ, ഉപ്പയാണേ. ഉമ്മമാരെ മക്കളെ ലാളിക്കണം, മക്കളെ കൊഞ്ചിക്കണം, മക്കൾക്ക് സ്നേഹം കൊടുക്കണം. പക്ഷേ അതിര് വിട്ടു പോകണ്ട. അതിര് വിട്ട് മക്കളെ സ്നേഹിച്ച് നിസ്കാരത്തിന് ശ്രദ്ധയില്ലാതെ, മദ്രസയിൽ ബോധമില്ലാതെ, മക്കളെ വല്ലാതെ ലാളിച്ചിട്ട് മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോ വലുതായി ഒരു 20 വയസ്സ് പ്രായം മകനായാൽ എന്റെ മക്കളെ കുറിച്ചും ഞാൻ പറഞ്ഞത്, എന്നോടാ ഞാൻ പറയുന്നത്, കുറച്ച് ഉറക്കം പറയുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ എന്ന് നിരന്തരം ഒന്ന് ദുആ ചെയ്യണം, ദുആകൾ ഉൾപ്പെടുത്തണം. കാരണം എന്തേ, മക്കള് വിഹച്ചു പോയാ പിന്നെ വാപ്പമാര് ജീവിച്ചിട്ട് എന്ത് കാര്യം? ഉമ്മമാരെ നമ്മൾ എന്ത് ജീവിതമാണുള്ളത്? മക്കള് പഴച്ചു പോകരുത്, മക്കൾ അനുസരണക്കേടുള്ളവരാകരുത്. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. അതുകൊണ്ട് മക്കൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം. സാന്ദർഭികമായ ഉണർത്തിയെന്ന് മാത്രം മക്കൾക്ക് നല്ല സ്വഭാവം പറഞ്ഞു കൊടുക്കണം. നല്ല നിലയ്ക്ക് ജീവിക്കാൻ പറയണം. നല്ല രൂപത്തിൽ നിസ്കാരത്തോട് നല്ല ശ്രദ്ധയുള്ള മക്കളാകണം. ഒരു വക്ത് നിസ്കാരം പോലും മക്കളെ കൊണ്ട് കളാക്കാൻ വാപ്പമാരെ സമ്മതിക്കരുത്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. വൈകി പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പറയുന്നതിന്റെ കൂട്ടത്തിലൊന്ന് സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. നേരമുണ്ടല്ലേ?